എല്ലാവർക്കും വഴക്ക് കേട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. എല്ലാവർക്കും ചീത്ത വിളിയും വഴക്കും ഒക്കെ കേട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഇവിടെ വല്ലാതെ നമ്മൾ ഇവിടെ കൊണ്ട് ജീവിക്കും, വേറൊരു വഴിയില്ല. വെയിലും മഴയും ആയാലും അവർക്ക് ഒരു ഇതില്ല, വേറെ വഴിയില്ല. അവർക്ക് കച്ചവടം ചെയ്യാൻ വേറെ വഴിയില്ല. നമുക്ക് അവരെ പറയാനും പറ്റത്തില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച് ആധുനിക രീതിയിൽ നവീകരിക്കും. ഇതായിരുന്നു കടയ്ക്കാവൂർ ചെക്കാല വിളാകത്തെ പുതിയ ചന്ത നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചപ്പോൾ അധികൃതർ ഇവിടെയുണ്ടായിരുന്ന കച്ചവടക്കാർക്ക് ഉറപ്പു നൽകിയത്. എന്നാൽ 3 വർഷം പിന്നിടുമ്പോഴും നവീകരണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. ഒരു 2-3 വർഷമായി, 2 വർഷം കഴിഞ്ഞു, 2-3 വർഷമാവും. നിങ്ങൾ എവിടെ പോയാണ് മീനൊക്കെ മേടിക്കുന്നത്? നമ്മളിവിടെ റോഡ് സൈഡിലൊക്കെ മീൻ കൊണ്ടുവയ്ക്കും, മേടിക്കും. റോഡ് സൈഡിൽ അങ്ങനെയാണോ വേണ്ടത്? അല്ല, ചന്ത വേണം. ചന്തക്കകത്താണ് മേടിക്കാനുള്ളത്. ചന്ത ഇങ്ങനെ കിടക്കുകയല്ലേ? ചന്ത ഇങ്ങനെ കിടക്കുന്നത്. അതുകൊണ്ട് ആൾക്കാർ ജീവിക്കണ്ടേ, അതുകൊണ്ട് ഞാൻ റോഡ് സൈഡിലൊക്കെ ഇരുന്ന് വിൽക്കുന്നു. വർഷങ്ങൾ കഴിയുമ്പോഴും പുതുതായി പണിയുന്ന കെട്ടിടത്തിന്റെ അടിസ്ഥാനത്തിന്റെ പണികൾ പോലും ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. കച്ചവടക്കാർ വെയിലും മഴയും ഏറ്റ റോഡിന്റെ വശങ്ങളിൽ ഇരുന്നാണ് ഇപ്പോഴും കച്ചവടം നടത്തുന്നത്. പച്ചക്കറികൾ, മത്സ്യം, മാംസം ഉൾപ്പെടെ നിരവധി പേരാണ് ചന്തയിൽ കച്ചവടം നടത്തി വന്നത്. ചന്ത പൊളിക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് മുഴുവൻ കച്ചവടക്കാരെയും പുറത്താക്കി ചന്തയുടെ പ്രവർത്തനം നിർത്തിവെക്കുകയായിരുന്നു. കാൽനടക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. അത് ഒരു കാര്യം. രണ്ടാമത്തേതെന്ന് പറഞ്ഞത്, ഇവിടെ വല്ലാതെ നമ്മൾ ഇവിടെ കൊണ്ട് ജീവിക്കും, വേറൊരു വഴിയില്ല, വേറൊരു സ്ഥലമില്ല. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് ചന്ത നവീകരണത്തിന് പദ്ധതി ആവിഷ്കരിച്ചത്. കച്ചവടക്കാരെ പുറത്താക്കി വർഷങ്ങൾ പിന്നിടുമ്പോഴും നിർമ്മാണ പ്രവർത്തികൾ മന്ദഗതിയിൽ നീങ്ങുന്നത് കച്ചവടക്കാരുടെ പ്രതിഷേധത്തിന് കാരണമാവുകയാണ്. നമുക്ക് കമ്പോളം ഇല്ല മക്കളെ. എവിടെ കമ്പോളം? ഇവിടെയാണ് പൂളിച്ചന്ത. അപ്പൊ അവിടെ കമ്പോളം അവര് കെട്ടിത്തരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കെട്ടിത്തരുന്നില്ല. നമ്മൾ ഈ തെരുവിലിരുന്ന് വിൽക്കേണ്ടി വരും. അപ്പൊ നമ്മൾ എത്ര ശ്രമിച്ചിട്ട് അവര് കെട്ടിത്തരുന്നില്ല. വണ്ടിയൊക്കെ പേടിച്ചു പേടിച്ചാണ് ഇരിക്കുന്നത്. വണ്ടിയെ പേടിച്ചു പേടിച്ച പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ നമുക്ക് എങ്ങും കൊണ്ട് വെക്കാൻ സ്ഥലമില്ല. നമ്മളിതാ ഇവിടെ വെച്ചിട്ടാണ് പോണത്. ദൈവത്തിന്റെ ഒരു സഹായം കൊണ്ട് ആരും ഒന്നും എടുത്തോണ്ട് പോണില്ല. വഴിയോരത്തിലൊന്നും ഇരിക്കാൻ കടക്കാർ സമ്മതിക്കുന്നില്ല. അവര് പിന്നെ വാടക കൊടുക്കണോണ്ട് അവർക്ക് കടയ്ക്ക് മുമ്പ് ഇരുന്ന് നമ്മൾ ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ പിന്നെ എല്ലാവർക്കും വഴക്ക് കേട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. എല്ലാവർക്കും ചീത്ത വിളിയും വഴക്കും ഒക്കെ കേട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. എന്താ ചെയ്യുക, നമുക്ക് ജോലി ചെയ്ത ആണുങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ വന്നിരുന്നാൽ ഈ 10 രൂപ കിട്ടുമെന്നും പറഞ്ഞാണ് ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നത്. കമ്പോളമെങ്കിൽ കെട്ടിയെങ്കിൽ അവിടെയെങ്കിലും പോയി സുരക്ഷിതമായിട്ട് ഇരിക്കായിരുന്നു മക്കളെ. പണി പൂർത്തിയാക്കി ചന്തയുടെ പ്രവർത്തനം ഉടൻ തുടങ്ങുമെന്ന അധികൃതരുടെ ഉറപ്പ് വിശ്വസിച്ച കച്ചവടക്കാർ ഇന്ന് പെരുവഴിയിലായ അവസ്ഥയിലുമാണ്. 30ഓളം കടമുറികളും മത്സ്യവിപണന കേന്ദ്രവും ചെറുകിട വ്യാപാരങ്ങൾക്കുമായി 100ഓളം പേരാണ് ചന്തയിൽ കച്ചവടത്തിനായി എത്തിയിരുന്നത്. നമ്മൾ നേരം വെളുക്കുമ്പോൾ കാണുന്നതാണ്. ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ അവരവരെ വയറ്റുപിഴപ്പിന് വരുന്നതാണ്. പക്ഷേ നമ്മുടെ കസ്റ്റമേഴ്സിനും അത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. പക്ഷേ അത് ഇവിടെ മാത്രമല്ല, അങ്ങ് അറ്റം വരെ അവർ ഇരുന്ന് വെയിലും മഴയും ആയാലും അവർക്ക് ഒരു ഇതില്ല, വേറെ വഴിയില്ല. അവർക്ക് കച്ചവടം ചെയ്യാൻ വേറെ വഴിയില്ല. നമുക്ക് അവരെ പറയാനും പറ്റത്തില്ല. അപ്പോൾ അവരെ ബുദ്ധിമുട്ട് കൊണ്ടാണ് അവർ ജീവിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. പക്ഷേ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ചന്തയുടെ ഇതാരാണോ ആരിലാണോ എത്തിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്നാലും അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. തറവാടക ഇനത്തിൽ ലക്ഷക്കണക്കിന് രൂപയാണ് ചന്തയിൽ നിന്നും പഞ്ചായത്ത് വർഷം തോറും വരുമാനമായി വാങ്ങിയതും. ചന്തയിൽ കച്ചവടം നിർത്തിയതോടെ വാടക ഇനത്തിൽ ലഭിക്കേണ്ടിയിരുന്ന ലക്ഷക്കണക്കിന് രൂപയാണ് ഇപ്പോൾ പഞ്ചായത്തിന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. നിർമ്മാണ പ്രവൃത്തികൾ വേഗം പൂർത്തീകരിച്ച് കച്ചവടം ചെയ്യാനുള്ള സൗകര്യം ഒരുക്കണമെന്നാണ് കച്ചവടക്കാരുടെ ആവശ്യം. വിസ്മയ ന്യൂസ്, കടയ്ക്കാവൂർ.